സംഭവം രസമായി അറിയേ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മൾ സ്പെഷ്യലായിട്ടുള്ളൊരു വ്ളോഗിലേക്ക് സ്വാഗതം. എന്താ സ്പെഷ്യൽ എന്നല്ലേ പറഞ്ഞുതരാം. രാവിലെ എണീറ്റപ്പോൾ തന്നെ ഞാൻ കാണുന്ന കാഴ്ചയാണത്. ഇന്നേ നമ്മളെ മൂരിനെ പൂട്ടാൻ വേണ്ടിയിട്ട് കരുളായിക്ക് കൊണ്ടുപോവാണ്. പോകുന്ന സമയത്ത് ഉപ്പ എന്നെ സിറ്റോട്ടിക്ക് വിളിച്ചിട്ട് പറഞ്ഞേ, നോക്ക് ഈ എന്തായാലും വാട്ടോ, അനിനെയൊക്കെ വിളിച്ചിട്ട് വാ എന്ന് പറഞ്ഞു. എനിക്ക് കുറച്ച് തിരക്കൊക്കെ ഉണ്ട്, പോരാൻ പറ്റുമോ ആവോ എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും വാങ്ങക്ക് 12 മണിയാകുമ്പോഴേക്ക് പോരാന്ന് പറഞ്ഞങ്ങാണ്ട് ചെല്ലാൻ പറഞ്ഞതാ. അപ്പോൾ നമുക്കും ഭയങ്കര ഒരു ഇതായി. ഇക്കാക്ക അത്രയും പറഞ്ഞിട്ട്, അതായത് ഇക്കാക്കാന്നാട്ടോ ഞാൻ ഉപ്പാനെ വിളിക്കുക, ഇക്കാക്ക അത്രയും പറഞ്ഞിട്ട് എങ്ങനെ പോവാതിരിക്കുക എന്നുള്ളത്. ഞാനിപ്പോൾ ഒരുവിധം എങ്ങോട്ടും പോവലില്ല. അപ്പോസിനും അതൊരു ബുദ്ധിമുട്ടാവും, അപ്പോസിനെ മാനേജ് ചെയ്യൽ എനിക്കൊരു റിസ്ക്കാണ്. പക്ഷേ ഇക്കാക്ക അത്രയും പറഞ്ഞുകൊണ്ട് പോവല്ലാതെ നിവർത്തില്ല. പിന്നെ ഈ ഒരു യാത്രൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഉമ്മയും ഫിനിയും അനി എല്ലാവരും ഉണ്ട് കേട്ടോ കൂടെ. ഉമ്മയും ഫിനിയൊക്കെ ആദ്യമായിട്ടാണ് കാളപൂട്ട് കാണുന്നത്. ഇതാണ് കരുളായി കാളപൂട്ട് കണ്ടം. ഈ കാളപൂട്ട് കണ്ടത്തിലാണ് ഇന്ന് കാളപൂട്ട് നടക്കുന്നത്. കാളപൂട്ട് കുറേ ഐറ്റം ഉണ്ട് കേട്ടോ. കുറേ ഐറ്റം മീൻസ് ഒരുപാടല്ല, അങ്ങനെയല്ല. കപ്പൂട്ടും എടപ്പൂട്ടും ഒക്കെ ഉണ്ട്. അതായത് ഈ എടപ്പൂട്ട് പറയുന്നത് കപ്പ് പൂട്ടൊന്നും അല്ല, അതായത് ചെറിയ പൂട്ടാണ്. ഇതിന് ജയിച്ചാലും കപ്പൊന്നും കിട്ടൂല, പക്ഷെ കന്നാളൊന്ന് ഓടാനും പിന്നെ ട്രയൽ നോക്കാനും ഒക്കെ ഒന്ന് പറ്റുന്ന തരത്തിലുള്ളൊരു പൂട്ടാണിത്. ഇവിടെ ഒരുപാട് ജോഡി കന്നുകൾ ഉണ്ടായിരുന്നു കേട്ടോ. നാരക്കാവ് പൂട്ടിന് പോയപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത്രയൊന്നും കന്നുകളില്ലായിരുന്നു എന്നുള്ളതാണ്. ഈ വെള്ളല്ലേ, ഈ വെള്ള കളറിൽ കാണുന്ന മൂരിയാണ് നമ്മളത്. നമ്മൾ ചെന്നപ്പോൾ ഒരു റൗണ്ട് ഓടിച്ച് കഴിഞ്ഞിരുന്നു. പിന്നെ കുറച്ച് സമയം എടുത്തിട്ടാണ് അടുത്ത റൗണ്ട് ഓടിക്കുക. ആ ഒരു റൗണ്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, നമ്മളെ മൂരി നല്ലോണം ഓടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷമായി. ആ സമയത്ത് തന്നെ ഉപ്പ അവിടുന്ന് കുലാവിയൊക്കെ വാങ്ങിക്കൊടുന്നിരുന്നു കേട്ടോ. അവിടെ കച്ചവടക്കാരൊക്കെ ഉണ്ടായപ്പോൾ അങ്ങനെ കൊടുന്നതാണ്. എന്തായാലും ഉമ്മാൻ്റെയും ഫിനിൻ്റെ ഒക്കെ പോരൽ വെറുതെ ആയില്ല. നന്നായിട്ട് ഓടിയൊരു ദിവസം തന്നെയാണ് എല്ലാവരും പോകുന്നത്. അത് ഭയങ്കര സന്തോഷമായിട്ടോ. എല്ലാവരും അവിടെ ഇരുന്ന് കുലാവിയൊക്കെ കുടിച്ച്. ഞാൻ കുടിച്ചില്ല, എനിക്ക് ചിലപ്പം വയറിന് അസ്വസ്ഥത ഉണ്ടാവും, അതുകൊണ്ട് കുടിച്ചില്ല കേട്ടോ. ഇവിടെ കണ്ടത്തിൻ്റെ ആ ഒരു ചുറ്റുവറ നല്ല പോയി മണലാണ് കേട്ടോ. അപ്പൂസിനും പിന്നെ ഇവക്കൊക്കെ നല്ല വലിയിരുന്നാളാണ്. ഓലയിലും മാന്തിയിട്ടും കളിച്ചിട്ടൊക്കെ നല്ല തിരക്കാട്ടോ. കണ്ടത്തിൽ പൂട്ട് നന്നായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഫുള്ളൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം നമ്മളത് സെപ്പറേറ്റ് വീഡിയോ സ്പെഷ്യലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ കുറച്ച് നമ്മൾ വ്ളോഗിൻ്റെ പാർട്ടായിട്ട് ചെയ്യണുള്ളൂ കേട്ടോ. കുട്ടികളെ അടക്കി നിർത്താൻ വേണ്ടിയൊക്കെ കുറച്ച് നേരം മടിയിലിരുത്തി ഫോണൊക്കെ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തെ റൗണ്ട് കഴിഞ്ഞ് മൂന്നാമത്തെ റൗണ്ടിലും നമ്മളെ കന്ന് നന്നായിട്ട് ഓടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ പൂട്ടിക്കഴിഞ്ഞാൽ ഈ പൂട്ടുന്ന ടീമിന് പൈസ കൊടുക്കും. അത് നിർബന്ധമൊന്നും അല്ല കേട്ടോ, നമ്മളൊരു സന്തോഷത്തിന് കൊടുക്കുകയാണ്. അത് ഇത്ര പൈസ എന്നുള്ള നിർബന്ധമല്ല. 10 കൊടുക്കുക, 20 കൊടുക്കുക, 50 കൊടുക്കുക, 100, 500 എത്രയും കൊടുക്കുക. അത് നമ്മളിഷ്ടമാണ് എത്ര കൊടുക്കണം എന്നുള്ളത്. നമ്മളൊക്കെ അന്ന് നല്ലോണം ഓടിയാൽ നമ്മൾ ഇവർക്ക് പൈസ കൊടുക്കും. ആ സമയത്തെ ഒരാൾ വന്നു കേട്ടോ. ഈ വെള്ളം ഇട്ടുങ്ങാണ്ട് വരുന്ന ആളില്ലേ, ഓല് ഇന്നെ തിരഞ്ഞ് വന്നതാണ്. ഒരു പറഞ്ഞ വീഡിയോസൊക്കെ കാണലുണ്ട്, പക്ഷെ ആളതുവരെ കണ്ടിട്ടില്ല ഒക്കെ പറഞ്ഞ് കുറേ നേരം സംസാരിച്ചു കേട്ടോ. നമ്മളെ മൂരിൻ്റെ 2 റൗണ്ട് പൂട്ടൽ ഞങ്ങൾ കണ്ടു. അൽഹംദുലില്ലാ, സന്തോഷമായി. ഉപ്പ പറഞ്ഞു, ഇനി നിങ്ങൾ പോയിക്കോളി, ആ കുട്ടികളെയും കൊണ്ട് അങ്ങനെ ഗതിയുണ്ടാ പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോരുക കേട്ടോ. അത് കഴിഞ്ഞങ്ങാണ്ട് ഇതാ ഇവിടെ വന്നപ്പോൾ ഇന്നലത്തെ സൽക്കാരത്തിൻ്റെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചോറിന് തീമിട്ട് അരി ഇട്ടപ്പോഴാണ് അനി പെട്ടെന്ന് എന്നാൽ പോവുക പറഞ്ഞ് പോക്കുണ്ടായത്. ചോറൊക്കെ ഇവിടെ വന്നിട്ടാണ് ഊറ്റിയത്. ആ സമയത്ത് ഉപ്പ വിളിച്ച് പറഞ്ഞേ, പിന്നെ എല്ലാ റൗണ്ടും പൂട്ടി ഉഷാറായിക്കണേ, ഞങ്ങൾ വരാനായിട്ടുണ്ട്. ഈ ഒരു കാര്യം ചെയ്യ്, കുറച്ച് മഞ്ഞൾ വെള്ളം തിളപ്പിച്ച് വെക്ക്, അതിക്ക് കുറച്ച് ഉപ്പ് ഇട്ടോ, പിന്നെ കന്നാളെ കഴുകാനാണ് പറഞ്ഞു. അതായത് നമ്മളെ മൂരിനെ ഇനിയിപ്പോൾ പൂട്ട് കഴിഞ്ഞ് കൊണ്ടുവന്നിട്ട് തൊഴുത്ത് കെട്ടുന്നതിൻ്റെ മുന്നേ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഈ കന്നിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ അതിലൊക്കെ പറയലുണ്ട്. പിന്നെ നിങ്ങൾ ചിലപ്പോൾ അത് കാണാത്തതുകൊണ്ട് ഞാനൊന്നുകൂടെ പറഞ്ഞുതരാം. ഈ കണ്ടത്തിൽ പൂട്ടി വന്നാൽ കന്നിനെ ഡയറക്റ്റ് നമ്മൾ തൊഴുത്തിൽ കെട്ടൂല. അതിപ്പോൾ ഇനി ചന്തയിൽ നിന്ന് കൊണ്ടുവരുമ്പോഴൊക്കെ അങ്ങനെയാണ്. എന്താ വെച്ചാൽ കുളമ്പിനും പിന്നെ കാലിലൊക്കെ കുറച്ച് മഞ്ഞൾ വെള്ളമൊക്കെ പാരും. അതായത് അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നശിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. കാരണം കുറേ കന്നുകൾ ആ വെള്ളത്തിൽ ഓടുന്നതാണ്, ആ പരിസരത്തുള്ളതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ കൊണ്ടുപോയ വണ്ടിയിൽ വേറെയും കന്നുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ മൂരിനെ ഇവിടെ ഇറക്കി ഫനും സർഫാക്കാൻ്റെ കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ നഖം, അതായത് ഈ പൂട്ടണ സാധനമല്ലേ, ആ ചവിട്ടി നിൽക്കണ സാധനവും
പിന്നെ നഖമൊക്കെ ഇവിടെ ഇറക്കിയിട്ടോ. അതൊക്കെ കഴിഞ്ഞ് വണ്ടിയൊക്കെ തിരിച്ചു പോയി. കുറേ സമയം കഴിഞ്ഞ് ഫ്രീ ആയപ്പോൾ ഉപ്പ ഇരുന്നിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ പൊളിക്കുകയാണ്. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് തന്നെ പൊളിച്ചത്. അതെന്തിനാന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമ്മൾ ഈ കന്നിനൊരു കോഴി കൊടുക്കും. കോഴി കൊടുക്കുക, ആട് കൊടുക്കുക, പിന്നെ അങ്ങനെയൊക്കെ എന്തും കൊടുക്കുക. പൂട്ടിയതിന് ശേഷം പിറ്റേ ദിവസം കോഴിയാണ് കൊടുക്കുക. അപ്പോൾ ഇന്ന് തന്നെ ഉപ്പ അതൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. അതിലേക്കുള്ള ഉള്ളിയൊക്കെയാണ് പൊളിക്കുന്നത്. ഇതൊരു നാടൻ കോഴിയാണ് കേട്ടോ. ആ നാടൻ കോഴി ഇതേപോലെ കത്തി കൊണ്ട് ഇടിച്ചിടിച്ച് ചെറുതാക്കിയിട്ട് മിക്സിയിലൊക്കെ ഒന്നിട്ടിട്ട് അടിച്ചെടുത്തതാണ്. പിന്നെ അതൊക്കെ കുറേ വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ വേണം. പിന്നെ അത് നാടൻ മുട്ട കേട്ടോ. നാടൻ മുട്ട ഇന്ന് കൊടുക്കണമൊന്നുമില്ല, പക്ഷെ കൊടുക്കലുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഓടി പിറ്റേ ദിവസം കേട്ടോ കൊടുക്കുക. അത് കഴിഞ്ഞ് അവരൊക്കെ സൽക്കാരത്തിന് പോയി. ഞാൻ ഇല്ലയെന്ന് പറഞ്ഞു. എനിക്ക് അപ്പൂസിനെയും കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ കഴിയൂലെന്ന്. ഫിനിൻ്റെ വീട്ടിലാണ് സൽക്കാരം കേട്ടോ. അപ്പോൾ വരുന്ന സമയത്ത് ഫിനിയും പിന്നെ ഫിനിൻ്റെ ഉമ്മ നെസ്സിയൊക്കെ ഫുഡൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് എല്ലാവരും കിടക്കുകയാണ്. അപ്പൂസ് ഉറങ്ങിയിട്ടുണ്ട്. ഇനി ഞാനും പോയി കിടക്കട്ടെ. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് കൂടുതൽ വിശേഷങ്ങളായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.